ഹലോ നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലീനയെ കൊത്തുപ്പുഴയ്ക്ക് കൊണ്ടുവിടാൻ പോവുകയാണല്ലോ ബാലചന്ദ്രൻ. അലീനയുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കാണുന്നുണ്ട് ബാലചന്ദ്രൻ. അലീനയെ അവിടെ ആക്കാൻ തീരുമാനിക്കുന്നുമുണ്ട്. അതിനുശേഷം അലീനയെ ഒന്ന് നേരി കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി ജോസഫ് തിരികെ പാലായിലെത്തുകയാണ്. പാലായിലെത്തി അലീനയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് താമസിക്കുന്ന സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് അലീനയെ കൊണ്ടുവരികയാണ് ബാലചന്ദ്രൻ ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം അലീന ആ സമയത്തൊന്നും അച്ഛനാണതൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ കുളത്തൂപ്പുഴയിൽ എത്തുന്ന നിമിഷം, സ്റ്റാൻലിയുടെ വീട്ടിലെത്തുന്ന നിമിഷം അത് തൻ്റെ അച്ഛനാണെന്ന് ബാലചന്ദ്രൻ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻലിയോട്. സ്റ്റാൻലി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്വന്തം അച്ഛനെ നേരിൽ കാണുമ്പം ഇത് തൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കുമ്പം അലീന വിങ്ങിപ്പൊട്ടുവാണ്. അലീനയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പോവുക. ആ സമയത്ത് ഓടിച്ചെന്ന് സ്റ്റാൻലിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിയും തൻ്റെ മകളെ ചേർത്ത് നിർത്തുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ സീരിയലിൽ എല്ലാവരും നല്ല അടിപൊളി അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ ആരുടെ അഭിനയമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി തൻ്റെ മകളെ നേരിട്ട് കാണുകയാണ് കേട്ടോ. ആ ലോഡ്ജിൽ വെച്ചിട്ട് കാണുമ്പോഴേക്കും സ്റ്റാൻലിക്ക് കണ്ണ് നിറഞ്ഞു പോവാണ്. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അലീനയാണെങ്കിൽ ചായയൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ്, സ്റ്റാൻലിക്ക് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻലി അലീനയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നേയില്ല. ബാലചന്ദ്രൻ ഇത് കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി വല്ലാതെ വിയർക്കുകയും വിമ്മിഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും സ്റ്റാൻലിക്ക് പറയാനേ ഇല്ല. അതിനുശേഷം ഗോവർദ്ധൻ്റെ കൂടെ അലീനയെ പറഞ്ഞു വിടുകയാണ് ബാലചന്ദ്രൻ ചെയ്യുന്നത്. അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, അല്ല എന്താച്ചാ ഇപ്പം പെട്ടെന്ന്, അല്ല നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഗോവർദ്ധൻ്റെ കൂടെ ഗോവർദ്ധൻ കൊണ്ടുപോകും വണ്ടിയിലെന്ന് പറയുകയാണ്. അങ്ങനെ ഗോവർദ്ധനെ കൂട്ടി അലീനയെ പറഞ്ഞു വിടുകയാണ് അവിടുന്ന്. അതിനുശേഷം സ്റ്റാൻലിയും ബാലചന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അത് മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളുടെ മകളെ നിങ്ങൾ കണ്ടല്ലോ, അല്ല കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ നിങ്ങളുടെ മകൾ തന്നെയാണെന്ന്, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇപ്പോഴും ഉണ്ടോ? അന്ന് ഞാൻ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം ചെറിയൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മകളാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവളെ സ്വീകരിക്കുള്ളൂ എന്ന്. അല്ല ഇപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അല്ല ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, അവളെ അവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ മോളായിട്ട് തന്നെയാണ് അവൾ അവിടെ ജീവിക്കുന്നത്. വൈജയുടെ മുമ്പിൽ അവൾ ജീവിക്കുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അറിയില്ല. വൈജയ്ക്ക് അവൾ വെറും ഒരു വേലക്കാരി മാത്രമാണ്. പക്ഷേ എനിക്ക് അവൾ എൻ്റെ സ്വന്തം മോളാ. അതുപോലെ എൻ്റെ മക്കൾക്കും അവരും അവളെ ഒരുപാട് സ്നേഹിച്ചതാ. കാരണം സ്വന്തം കൂടപ്പറപ്പല്ല എന്നറിഞ്ഞിട്ടും അവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരവളെ സ്നേഹിച്ചതാ. അവരുടെ സ്വന്തം അമ്മയുടെ മകളാണ് എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല. പക്ഷേ അലീന അവർക്കിപ്പോൾ കൂടപ്പറപ്പാണ്. അവരെ നേർവഴിക്ക് നടത്തുന്ന അവരുടെ സ്വന്തം ചേച്ചിയാണ്. അലീനയെ പിരിയാൻ എൻ്റെ മക്കൾക്കൊന്നും ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ചോദിക്കുക, സ്റ്റാൻലിക്ക് പൂർണ്ണ മനസ്സോടെ അലീനയെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം, അതും സ്വന്തം മോളായിട്ട്, ഞാൻ ഇവിടുന്ന് കുളത്തൂപ്പുഴയ്ക്ക് അവളെ കൊണ്ടുവിടും. ആ സമയത്ത് സ്റ്റാൻലി തന്നെ പറയണം എൻ്റെ സ്വന്തം മോളാണ് ഇവളെന്നുള്ള കാര്യം. അലീനയും അറിയണം. അല്ലാതെ അവിടെയും ഒരു ജോലിക്കാരിയായിട്ട് അലീനയെ കൊണ്ടുവിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അത് ഞാൻ ബാലചന്ദ്രനോട് മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അലീനയെ ഞാൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞില്ലല്ലോ. അല്ല വന്നപ്പോൾ അതൊന്നും അല്ലായിരുന്നല്ലോ ഭാവം, ഒരു സംശയത്തിൻ്റെ നിഴലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അലീന സ്വന്തം മോളാണോ എന്ന് നല്ല സംശയം ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻലിക്ക് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയാം, അത് ബാലചന്ദ്ര, എനിക്ക് അങ്ങനൊരു സംശയം ഇല്ലാതിരുന്നില്ല. ഇപ്പോഴത്തെ കാലമല്ലേ, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കണക്കുകളൊക്കെ കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയപ്പം അലീന എൻ്റെ മോളായിട്ട് തന്നെ വരും. വൈജയിൽ എനിക്കുണ്ടായ മോള്. പക്ഷേ ദേ ഇപ്പോൾ അവളെ ഞാൻ നേരെ കണ്ടപ്പോഴേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നേരെ കണ്ടപ്പം എൻ്റെ ടാനിയെ പോലെ തന്നെയാണ് അവളിരിക്കുന്നത്. ടാനിയുടെ മുഖഭാവമെല്ലാം അവൾക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി ചിന്നമ്മ, അമ്മച്ചിയെ പറിച്ചു വച്ചിരിക്കുന്നത് പോലെയാ അലീന ഇരിക്കുന്നത്. അമ്മച്ചിയുടെ ആ സംസാരവും ശബ്ദവും എല്ലാം അതുപോലെ തന്നെ അലീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം? എനിക്കൊരു സംശയമില്ല. ബാലചന്ദ്രൻ എന്നെ ചതിക്കില്ല എന്നും എനിക്കറിയാം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, അല്ല അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല സ്റ്റാൻലി എല്ലാ കാര്യത്തിലും കർക്കശക്കാരനല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയാം, അതെ ബാലചന്ദ്ര,
നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ സ്റ്റാൻലിക്ക് ഒരു ഹൃദയമൊക്കെ ഉണ്ട്, മനസാക്ഷിയുണ്ട്, മനസ്സുമുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കുന്ന ഒരു മനസ്സ് എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും വെറുതെ ആരെയും കുറ്റപ്പെടുത്തില്ല. എന്നോട് സത്യസന്ധമായിട്ട് പെരുമാറുന്ന ബാലചന്ദ്രനെ ബുദ്ധിമുട്ടിക്കണമെന്നും വിഷമിപ്പിക്കണമെന്നും ഒന്നുമില്ല. പിന്നെ അലീന അവിടുന്ന് പോകുമ്പം ബാലചന്ദ്രനും കുടുംബത്തിനും ഉണ്ടാകുന്ന വിഷമം എനിക്കറിയാം എന്നും പറയാണ്. അപ്പോൾ സ്റ്റാൻലിയോട് പറയാണ് ബാലചന്ദ്രൻ, അതെ, അവളെ അവിടുന്ന് പറിച്ചുകൊണ്ട് പോയാൽ എൻ്റെ വീട്ടിലെ വിളക്ക് അതണയുന്നത് പോലെയാണ് ഇപ്പം. വൈജി ആ വീട്ടിലില്ലെങ്കിലും ആ കുറവ് നികത്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ചേച്ചിയായി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ നേർവഴിക്ക് നയിക്കുന്നതും എല്ലാം അവളാണ്. ഞാൻ മരണത്തോട് മല്ലിട്ടപ്പം അലീന അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അവളാണ് എല്ലാം ചെയ്തത്. അവളെ വിടാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യണമല്ലോ. അച്ഛനും അമ്മയും ഇല്ലാതെ 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ച കുഞ്ഞാണ്. എങ്ങനെയോ തേടിത്തിരിഞ്ഞ് അമ്മയുടെ അടുത്തെത്തി. പക്ഷെ അമ്മ ആ സത്യം അറിഞ്ഞില്ല. അവിടുന്ന് അനാഥാലയത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതുപോലെ വൈജിയെ ആ സത്യം അറിയിക്കാൻ അലീന തയ്യാറായില്ല. പക്ഷേ വൈജയ്ക്കിന്ന് ഏറ്റവും വലിയ ശത്രുവും അലീന തന്നെയാണ്. അങ്ങനെ ഒരു ശത്രുവിൻ്റെ മുമ്പിൽ അവിടെ അലീന കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അവൾക്ക് അവളുടെ അച്ഛനുണ്ട്. അച്ഛൻ്റെ കൂടെ പോയി സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് പറയാണ്. അപ്പം സ്റ്റാൻലിയും പറയും, ശരിയാ, എൻ്റെ മോള് 23 വർഷം ആ അനാഥാലയത്തിൽ ജീവിച്ചത് ഓർക്കുമ്പം, ഞാൻ എല്ലാ സുഖലോലുപതയുടെയും കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ബാലചന്ദ്ര. എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ട് വിടുവോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയാ, ബാലചന്ദ്രൻ വാക്ക് പറഞ്ഞാൽ അത് മാറില്ല. സ്റ്റാൻലിയും മാറരുത്. അവൾക്ക് അവിടെ സർവ്വസ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ മകളായിട്ട് തന്നെ ജീവിക്കാൻ പറ്റണം. അല്ലാതെ അവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് അങ്ങനെ ആവരുത്. അപ്പം സ്റ്റാൻലി പറയാ, സ്റ്റാൻലി അങ്ങനെ നെറികെട്ടവനൊന്നും അല്ല ബാലചന്ദ്ര. എൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ എൻ്റെ മോളാണ് അവൾ. അവൾ ഒരിക്കലും എൻ്റെ വീട്ടിലൊരു വേലക്കാരി ആയിരിക്കില്ല. എൻ്റെ രാജകുമാരിയാണ് അവൾ എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുവിടും. പക്ഷെ കൊണ്ടുവിടുന്ന സമയത്ത് അവൾ അറിഞ്ഞിരിക്കും നിങ്ങളാണ് അവളുടെ അച്ഛൻ എന്നുള്ള കാര്യം. അതിന് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുക. ഒരു പ്രശ്നവും ഇല്ലയെന്ന് സ്റ്റാൻലി മറുപടിയും പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, നാളെ തന്നെ നിങ്ങൾ അവളെ എൻ്റെ വീട്ടിൽ കുളത്തുപുഴയിൽ കൊണ്ടുവിടുമോ ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുക, നാളെ തന്നെയോ? അതെ, നാളെ തന്നെ. എൻ്റെ കുഞ്ഞിനി എൻ്റെ കൂടെ നിൽക്കണം. എനിക്ക് ഒരു നിമിഷം ഇനി അവളെ കാണാതിരിക്കാൻ പറ്റില്ല. ഇത്രയും നാളും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചത്. പക്ഷേ ദേ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ അമ്മച്ചിയെപ്പോലെ തന്നെ. എനിക്ക് അവളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാണ് സ്റ്റാൻലി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, ഞാൻ അടുത്ത നാളെ തന്നെ അവളെ കൊണ്ടുവന്ന് കുളത്തുപുഴയിൽ വിടുന്നതായിരിക്കും. ഈ ബാലചന്ദ്രൻ വാക്ക് മാറില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ശരി, എങ്കിൽ നമുക്ക് നാളെ തന്നെ കാണാം, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുക. ബാലചന്ദ്രൻ അപ്പോൾ മനസ്സിലൂടെ ഒരു 100 ചിന്തകളാണ് പോകുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അലീനയുടെ അച്ഛൻ സ്റ്റാൻലി വന്നു. സ്റ്റാൻലിയുടെ കൂടെ അവളെ വിടാതിരിക്കാൻ പറ്റില്ല. വിടുമെന്ന് താൻ വാക്ക് പറഞ്ഞതാണ്. അല്ല, അതാണ് വേണ്ടതും. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോകുമ്പം എൻ്റെ വീട്ടിലെ വിളക്കാണ് പോകുന്നത്. അലീനയില്ലാത്ത ആ വീടിനി നിശബ്ദമായിരിക്കും. എൻ്റെ മക്കളും അവളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അലീനയെ വിടാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം അലീന പോകണം എന്നുള്ളത് തന്നെയാണ്. അല്ല, ദൈവനിശ്ചയം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ബാലചന്ദ്രനെ വിചാരിക്കാനാണ്. അങ്ങനെ രാത്രിയിൽ വീട്ടിലെത്തുകയാണ് ബാലചന്ദ്രൻ. വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ ആകെപ്പാടെ വിഷമവും വെപ്രാളവും ഒക്കെ ആവുകയാണ്. അലീനയെ വിളിക്കുകയാണ്. അലീന ചോദിക്കുക, എന്താ വെച്ചാൽ അച്ഛൻ ഇന്ന് ഇത്രയും വലിയ ടെൻഷൻ? ആ ബിസിനസ് ഡീലിന് വന്ന ആള് കാര്യങ്ങളൊക്കെ ശരിയായില്ലേ എന്ന് ചോദിക്കുക. അല്ല മോളെ, അതൊക്കെ ശരിയായി. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്ക് നിന്നെ മാറ്റി താമസിപ്പിക്കാൻ പോവാണെന്ന്? അതേച്ചാ, അതാ നല്ലത്. ഞാൻ ഇവിടുന്ന് പോയാലല്ലേ അമ്മ ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോകാം. എവിടെയാന്ന് വെച്ചാൽ അച്ഛൻ കൊണ്ടുവിടുന്നോ അവിടെ തന്നെ ഞാൻ പോകാം. ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ട് ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയാ, അത് മോളെ, നാളെ തന്നെ നമുക്ക് പോകണം. നാളെ രാവിലെ നിന്നെ ഒരിടത്ത് ഞാൻ കൊണ്ടാക്കും. എവിടെയാച്ചാ? അത് ചെല്ലുമ്പോൾ അറിയാം. ഏതായാലും നീ അവിടെ ഒരു രാജകുമാരിയെ പോലെ ആയിരിക്കും. ഇവിടുത്തെ പോലെ ഒരു വേലക്കാരിയെ പോലെ കുത്തുവാക്കുകളൊന്നും കേട്ട് നിനക്ക് അവിടെ ജീവിക്കേണ്ടി വരില്ല. അച്ഛൻ അങ്ങനെയുള്ളൊരിടത്തേ കൊണ്ടുവിടുള്ളൂ. അല്ല, നിന്നെ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയി നാടാ തള്ളുവാന്നൊന്നും നീ വിചാരിക്കണ്ട. നിന്നെ വിളിക്കാനും അന്വേഷിക്കാനും ഒക്കെ ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരികയും ചെയ്യും. അപ്പം അലീന പറയാം, എനിക്കറിയില്ല അച്ഛാ, അച്ഛൻ അങ്ങനെ വേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിടില്ല എന്ന്. സുരക്ഷിതമായ ഒരു കരങ്ങളിലായിരിക്കും അച്ഛനെ ഏൽപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു പേടിയോ ഭയമോ ഒന്നുമില്ല. ഞാൻ എല്ലാത്തിനും തയ്യാറാണ് അച്ഛാന്ന് പറയാം.
അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് മോളെ നീ ഇവിടുന്ന് പോകുന്നതെന്ന് അറിയുമ്പം കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അതുപോലെ തന്നെ രോഹിത്തിനും ഒക്കെ നല്ല വിഷമം ഉണ്ടാവും. അവരെ എതിർക്കും, അച്ഛനെ കുറ്റപ്പെടുത്തും. അതൊന്നും മോള് കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറയാ. അപ്പം അലീന പറയാ, ഇല്ല, അവരൊന്നും അച്ഛനെ കുറ്റപ്പെടുത്തില്ല. അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടുന്ന് ഞാൻ പോകുന്നത് അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരാനാണെന്നും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണെന്നും ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല അച്ഛാ. നാളെ തന്നെ നമുക്ക് പോകാമെന്ന് പറയാം. അല്ല മോളെ, നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയും, എന്ത് വിഷമാച്ചാ? എൻ്റെ അമ്മയോ അച്ഛനെയോ ഒന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയെ കാണാൻ പറ്റി, അമ്മയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ ജീവിക്കാൻ പറ്റി. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പിന്നെ എനിക്കൊരു അച്ഛനെയും കിട്ടി. ഇതിൽ പറ എന്ത് സന്തോഷമുള്ളേ. മാത്രമല്ല എൻ്റെ സഹോദരങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലേ. ഇതൊക്കെ വലിയ കാര്യമായിട്ട് അച്ഛാ ഞാൻ കാണുന്നത്. ഇവിടുന്ന് പോയാലും ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ എന്ന് അലീന പറയാം. ബാലചന്ദ്രൻ പറയാണ്, തീർച്ചയായിട്ടും മോളെ എന്ന് പറയാം. എന്നിട്ട് അലീന റൂമിലേക്ക് അങ്ങ് പോവാണ്. ബാലചന്ദ്രനാണെങ്കിലും കിടന്നിട്ട് യാതൊരു വിധത്തിലും ഉറക്കം വരുന്നേയില്ല. അലീനെ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുവിടണമല്ലോ അടുത്ത ദിവസം ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുക. പക്ഷേ രാവിലെ എണീറ്റ് എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ് കേട്ടോ. അലീനയും രാവിലെ തന്നെ റെഡിയായിട്ട് വരികയാണ്. ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവരോടെല്ലാം അലീന യാത്ര പറയാണ്. അലീന പറയുന്നുണ്ട്, ഞാനേ പോവാണെന്നോർത്ത് ആരും ഉഴപ്പാനൊന്നും നിൽക്കണ്ട. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തോണം എല്ലാവരും കേട്ടോ എന്ന് പറയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്നാലും അലീന ചേച്ചി പോകണ്ടായിരുന്നു. എന്തിനാ ഇപ്പം അലീന ചേച്ചി പോകുന്നത്? അലീന ചേച്ചി പോകണ്ട എന്ന് പറയാണ്. അത് കൃഷ്ണമോളെ, എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഞാനിവിടെ നിന്നിട്ട് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പോയി എന്ന് വെച്ച് നിങ്ങൾക്ക് എന്നെ എന്നും വിളിക്കാമല്ലോ എന്ന് പറയാണ്. അപ്പം ബബിത പറയാ, അലീന ചേച്ചി പോയിട്ട് അമ്മ ഇങ്ങോട്ട് വരാനല്ലേ. അമ്മയുടെ വാശിയത് അലീന ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ളത്. അലീന ചേച്ചി പോയിട്ട് ഒരമ്മ ഇങ്ങോട്ട് വരണ്ട. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിൽ കുറച്ച് സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുമ്പോൾ തുടങ്ങും. അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടെന്നുള്ള അഹങ്കാരത്തിൽ അവർ കയറി വരും. അപ്പോഴേക്കും ഉടനെ അലീന പറയാം, ബബിത അങ്ങനെയൊന്നും സംസാരിക്കരുത് ബബിതേ. അമ്മയെക്കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും പറയരുത്. അമ്മയുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അമ്മയെ ഇങ്ങനെയൊന്നും പറയരുത്. രോഹിത്തെ, നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഉഴപ്പിലേക്കൊന്നും പോയേക്കരുത്. ഞാനിവിടെ ഇല്ല, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനെന്ന് വെച്ചാലും നിങ്ങൾ 3 പേരും ഒന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛനെയും നോക്കി സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ എന്നൊക്കെ അലീന പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പം ബബിതയും കൃഷ്ണമോളും ഒക്കെ കണ്ണ് തറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ബാലചന്ദ്രൻ അതിലും വിഷമമുണ്ട്. ബാലചന്ദ്രൻ പറയാ, ഇനി മതി യാത്ര പറഞ്ഞതൊക്കെ, ഇനി നമുക്ക് പോകാം. കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളതാ, അതുകൊണ്ട് നീ വന്ന് വണ്ടിയിലേക്ക് കയറ് എന്ന് പറയാ. അലീന ഭയങ്കര വിഷമത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കണ്ണ് നിറഞ്ഞൊഴുകിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അലീന അവിടുന്ന് പോവാണ്. മനുവിനെ വിളിച്ച് നേരത്തെ തന്നെ അലീന ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മനു ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ലായിരുന്നു. മനുവിന് അലീന പോകുന്നത് നേരിട്ട് കാണാൻ ഭയങ്കര വിഷമായിരുന്നു. അലീനയും മനുവിനെ കണ്ണുകൾ കൊണ്ട് പരതുന്നുണ്ടെങ്കിലും മനു എത്തിയില്ല. ബാലചന്ദ്രൻ്റെ കൂടെ കാറിൽ കയറി അലീന പോവാണ്. പോകുന്ന വഴിയിൽ അലീന ചോദിക്കുന്നുണ്ട് ബാലനോട്, എവിടെയാച്ചാ, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയാം, അല്ല നിനക്കെന്താ പേടിയുണ്ടോ? അച്ഛൻ എവിടെയെങ്കിലും വേണ്ടാത്ത സ്ഥലത്ത് നിന്നെ കൊണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയുടെ റോളിൽ നിന്നെ ആക്കുമെന്ന്. അപ്പോഴേക്കും അലീന പറയുക, ഏത് റോളാണേലും അതൊന്നും കുഴപ്പമില്ല അച്ഛാ. അച്ഛൻ എവിടെ കൊണ്ടുവിട്ടാലും അത് സുരക്ഷിതമായൊരു സ്ഥലത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചെല്ലട്ടെ, നീ എവിടെയാ ചെല്ലാൻ പോകുന്നതിന് നീ നോക്കിക്കോണം. നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത്, അവിടെയായിരിക്കും നീ ചെല്ലാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം നിന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അതുവരെ ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേ എന്ന് പറയാം. അങ്ങനെ അലീന വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ വിഷയമൊക്കെ മാറ്റി വിടുകയാണ്. അങ്ങനെ അവർ കുളത്തൂപ്പുഴയിൽ എത്തുകയാണ് കേട്ടോ. കുളത്തൂപ്പുഴയിലെത്തി ആകുമ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ മകള് വരുന്നത് കാരണം ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. പൗലോസിനോടും ഒക്കെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്ത് വെക്കണം, എൻ്റെ മോള് വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നില്ലെങ്കിലും എല്ലാം ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ ഒരു ഗസ്റ്റ് ഇവിടെ വരാനുണ്ടെന്ന് പറയാം. അങ്ങനെ എല്ലാം പാചകം ചെയ്ത് വീടെല്ലാം വൃത്തിയാക്കി, റൂമെല്ലാം വൃത്തിയാക്കി, മകൾക്ക് കൊടുക്കാനുള്ള റൂം പ്രത്യേകമായിട്ട് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കാറ് വന്ന് നിൽക്കുന്നത്. ഗേറ്റിന് വെളിയിൽ നിൽക്കുകയാണ്. ഗേറ്റ് തുറന്നിറങ്ങുമ്പോഴേക്കും നായ്ക്കളെല്ലാം കുറച്ചുകൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. അതിന് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ആ വീട്. ഇതേതാണ് ഈ വീട്? ഇത്രയധികം പട്ടികളുള്ള വീട്.
അപ്പോഴേക്കും ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ അങ്കിളിൻ്റെ വീടാണോ ഇത്? ഒരുപാട് പട്ടികളൊക്കെയുള്ള വീട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയാം, അതേ മോളെ, അത് തന്നെയായി വീട്. ഇപ്പോൾ ആ അങ്കിള് വരും എന്ന് പറയാണ്. അപ്പോഴേക്കും പട്ടിയൊക്കെ കുരയ്ക്കുന്ന കണ്ട് ഓടിച്ചെല്ലാണ് സ്റ്റാൻലി ചെന്ന് ബാലചന്ദ്രനെയും അലീനയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അലീന ആ വീടും പരിസരമൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഒരു വലിയ പറമ്പിൽ ഒരു വലിയ വീട്, കൊട്ടാരം പോലൊരു വീട്. എന്തൊക്കെയോ ഒരു മാസ്മരികത ആ വീട്ടിലുണ്ട്. നിറച്ച് നായ്ക്കൾ, തോട്ടം എല്ലാം കൂടെ കണ്ട് അലീന അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുക. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന അലീന തെല്ലൊന്നും മടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ആരുടെ വീടാണ് എന്നുള്ള ധാരണയിൽ. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയാം, മോളെ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുക, സ്റ്റാൻലിയെ ചൂണ്ടിക്കാണിച്ച്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത് ആ നായ്ക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അങ്കിളല്ലേ, അച്ഛൻ ഇടയ്ക്ക് കാണാൻ വരാറുള്ള അങ്കിള്? അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയണേ, അതെ, അത് തന്നെയാ. ഈ അങ്കിളിനോട് നീ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ബിസിനസ് ഡീലിന് വന്നപ്പോൾ നീ കോഫി കൊണ്ട് കൊടുത്തതും ഓർക്കുന്നില്ലേന്ന് ചോദിക്കുക. ഉണ്ട്, ഈ അങ്കിളുടെ വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയാണ്, അതെ, പക്ഷെ ഒരു രഹസ്യമുണ്ട് മോളെ, അത് ഞാൻ പറയാം. ഇത് അങ്കിളല്ല, നിന്നെ കാണാൻ വേണ്ടി അങ്കിൾ അവിടെ വന്നതാണ്. ഇതാരാണെന്ന് നിനക്കറിയുമോ? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, വർഷങ്ങളായിട്ട് നീ കാണാൻ കാത്തിരുന്ന ഒരാൾ. നീ ആഗ്രഹിച്ച് സ്നേഹിച്ച് വൈജിയെ കാണാൻ വേണ്ടി വന്നില്ലേ, വൈജിയെ കണ്ടില്ലേ, അതുപോലെ ഒരാൾ. അലീന അപ്പോൾ അത്ഭുതത്തോടെ മനസ്സിലോർക്കുക, ഇതാരാണ്? ഇനി എൻ്റെ അച്ഛൻ അങ്ങനെ ആരെങ്കിലും? അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അതേ മോളെ, ഇത് നിൻ്റെ അച്ഛനാണ്, സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പം അലീന ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇത്രയൊരു സസ്പെൻസ് അലീന പ്രതീക്ഷിക്കുന്നേയില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയാൻ, അച്ഛൻ പറഞ്ഞില്ലേ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും സുരക്ഷിതമായൊരു സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കുമെന്ന്. അതാണ് ദേ ഇവിടെ. ഇതാണ് സ്റ്റാൻലി ജോസഫ്. വൈജയ്ക്കും സ്റ്റാൻലിക്കും 24 വർഷം മുമ്പ് ഉണ്ടായ കുഞ്ഞാണ് മോളെ നീ. രണ്ടുപേരും അറിഞ്ഞില്ല നീ ജീവനോടെ അനാഥാലയത്തിലുണ്ട് എന്ന്. ഇപ്പോഴാണ് സ്റ്റാൻലിയും അറിയുന്നത് സ്റ്റാൻലിയുടെ മോള് ജീവനോടെ ഉണ്ടെന്ന്. അദ്ദേഹം മോളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇനി മുതൽ ഇവിടെയായിരിക്കും നിൽക്കുന്നത്. ഇവിടെ നീ രാജകുമാരിയാ, അല്ലാതെ വേലക്കാരിയല്ല, അല്ലേ സ്റ്റാൻലി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്, അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് കേട്ടോ. ബാലചന്ദ്രൻ ഇത് രണ്ടും നോക്കുന്നുണ്ട്. രണ്ടുപേരും കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുക, സ്റ്റാൻലി, മോളെ കണ്ട് കൊതി തീർന്നില്ലേ? എന്താ മോളിവിടെ രാജകുമാരിയായിട്ടല്ലേ ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോഴേക്കും സ്റ്റാൻലി പറയാം, അതെ, ഇതെൻ്റെ മോളാണ്. ഇവൾ 23 വർഷം അനാഥാലയത്തിൽ ജീവിക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പം ഇപ്പോഴും എൻ്റെ നെഞ്ച് തകരുകയാണ്. അന്ന് വൈജയുമായുള്ള ബന്ധത്തിൽ എനിക്കൊരു കുട്ടി ഉണ്ടായെന്നും ആ കുട്ടി മരിച്ചു പോയെന്നുമാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി ഞാനൊന്നും അന്വേഷിച്ചില്ല. അല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം ഇവളെൻ്റെ കൺമുന്നിൽ വന്ന് നിന്നപ്പം എൻ്റെ അമ്മച്ചി ചിന്നമ്മയെ പോലെ തന്നെയാണ് ഇവള്. ഇവളുടെ സ്വരൂപവും സംസാരവും ശബ്ദവും എല്ലാം. എനിക്ക് ഒരു പരാതിയില്ല. എൻ്റെ മോളാണ് ഇവള്. ഇനി ഇവള് എൻ്റെ കൂടെ നിൽക്കും. ആരും അതിനെ എതിർക്കാനൊന്നും വരില്ല. എൻ്റെ മോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കും എൻ്റെ ഒപ്പം എന്ന് പറയുക. അപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. അച്ഛൻ, ഞാൻ എത്ര വർഷം ആഗ്രഹിച്ചതാണ് അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കാണണം എന്നുള്ളത്, എന്നും പ്രാർത്ഥിച്ചതാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു, സ്നേഹത്തോടെ എന്നെ മോളേന്ന് വിളിക്കുന്നു. അലീന ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് സ്റ്റാൻലിയും അതുപോലെ അലീനയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. അച്ഛൻ്റെ സ്നേഹം വാരിക്കൊടുക്കുകയാണ് സ്റ്റാൻലി. അലീനയാണെങ്കിൽ അച്ഛനെ മുറുകെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ കാഴ്ച കാണുമ്പം ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷമാവുകയാണ്, നിർവൃതിയാവുകയാണ്. ബാലചന്ദ്രൻ മനസ്സിൽ ഓർക്കുകയാണ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ, അലീനയെ ഇവിടെ സ്റ്റാൻലിയുടെ അടുത്ത് കൊണ്ടാക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി അകത്തേക്ക്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അകത്തേക്ക് ചെന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, സ്റ്റാൻലി, ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാ വ്യവസ്ഥകളും സ്റ്റാൻലി പാലിക്കണം. ഇവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തള്ളി വിട്ടിട്ട് പോവാന്ന് വിചാരിക്കരുത്. എൻ്റെ ഭാര്യയുടെ അവിഹിതത്തിലുണ്ടായ വിവാഹത്തിന് മുമ്പുണ്ടായ കുഞ്ഞാണെങ്കിൽ പോലും എൻ്റെ മോളുടെ സ്ഥാനമാണ് ഞാൻ ഇവക്ക് കൊടുത്തത്. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവിട്ടത്. ഇല്ലെങ്കിൽ ഇവൾ എൻ്റെ വീട്ടിൽ ജീവിച്ചേനെ. അല്ലെങ്കിലും അങ്ങനെയല്ല. ഇവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പം അവരുണ്ടെന്ന് അറിഞ്ഞ് അവരുടെ കൂടെ ജീവിക്കേണ്ടവളല്ലേ. നിങ്ങളുടെ കൂടെ അവൾ ജീവിക്കട്ടെ സന്തോഷത്തോടെ. വൈജ കൈകൊണ്ട് തട്ടി മാറ്റി അവളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പം എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായെന്നറിയോ. ഇനി നിങ്ങൾ ഇവിടെ ജീവിക്കണം സന്തോഷമായിട്ട് എന്ന് പറഞ്ഞ് അലീനെ അവിടെ ആക്കുക. എന്നിട്ട് ബാലചന്ദ്രൻ നിറഞ്ഞ കണ്ണുകളോടെ അലീനയോട് യാത്ര പറയുക, മോളെ അലീനെ, അച്ഛൻ പോവാണ്. ഇനി അച്ഛനിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കാര്യമില്ലെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ എത്തും. എൻ്റെ മോളെ അങ്ങനെ ഇവിടെ കൊണ്ട് തള്ളിയിട്ടിട്ട് പോവല്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ അച്ഛൻ വരും. നീ അച്ഛനെ വിളിക്കണം.
നിന്റെ സഹോദരങ്ങളെ വിളിക്കണം, മനുവിനെ വിളിക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഇടയ്ക്ക് നീ അങ്ങോട്ട് വരണം. ഇവിടെ നിനക്കിപ്പം എല്ലാവരും ഉണ്ടാവും, അച്ഛനും വല്യപ്പച്ചനും എല്ലാവരും. അതുകൊണ്ട് ഇവിടെ നല്ല സന്തോഷത്തോടെ മോളെ നീ നിൽക്കണം. ഞാൻ പോവാണ് എന്ന് പറയാ. അപ്പം അലീന ബാലചന്ദ്രൻ്റെ പുറകെ ചെല്ലുക. ചെന്നിട്ട് അച്ഛാ എന്ന് വിളിക്കുകയാണ്. അതേ മോളെ, ഞാൻ പോവാ, നീ വിഷമിക്കരുത്. ഇനിയും ഇവിടെ നിന്നാ എൻ്റെ കണ്ണ് നിറയും. സ്റ്റാൻലി, ഞാൻ പോകുന്നു. പക്ഷേ ഇടയ്ക്ക് ബാലചന്ദ്രൻ വരും. വരാതിരിക്കാൻ ഈ ബാലചന്ദ്രനാവില്ല. അതുകൊണ്ടാ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലിയും അലീനയും പുറത്ത് ഗേറ്റ് വരെ ചെല്ലുന്നു. ബാലചന്ദ്രൻ കാർ എടുത്ത് അവിടുന്ന് യാത്രയാവുന്നത് അലീന നിറക്കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം സ്റ്റാൻലി അലീനയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. നല്ല രസകരമായ എപ്പിസോഡുകൾ. സ്റ്റാൻലിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന അലീനയെ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്